ബാങ്കിന്റെ മാനേജ്മെന്റ് ഒന്ന് ഓർത്തോണം. കോടിക്കണക്കിന് രൂപയാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് നിങ്ങൾ വായ്പയായി കൊടുത്തിട്ടുള്ളത്. ആ വായ്പ പിരിക്കാൻ എല്ലാ ദിവസവും നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഗുണ്ടാ സംഘങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. പക്ഷെ അടുത്ത ആഴ്ച മുതൽ ഈ ഗുണ്ടാ സംഘത്തിന് ഒരു വീടുകളിലും കയറി പണം പിരിക്കാൻ കഴിയില്ല. ഡിവൈഎഫ്ഐ അത് തടയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തടഞ്ഞാൽ നിങ്ങളുടെ വരുമാന സ്രോതസ് അടയ്ക്കാൻ ഉജ്ജ്വലമായ പ്രതിഷേധമായി ഞങ്ങൾ വരും. ആഴ്ചക്കാലം മുമ്പാണ് കൊടുമൺ സ്വദേശികളായ ഒരു കുടുംബം കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചത്. അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് അവരെ നയിച്ചത് അവർ ഇസാഫ് ബാങ്കിൽ നിന്നും വായ്പ എടുത്തിരുന്നു. അമ്മയും മകനുമാണ് വായ്പ എടുത്തിട്ടുള്ളത്. ആ വായ്പ കൃത്യമായി അവർ അടച്ചു പോകുന്നതാണ്. എല്ലാ ആഴ്ചയിലും ഇസാഫ് ബാങ്കിൻ്റെ ജീവനക്കാരെന്ന പേരിൽ ചില ഗുണ്ടകളാണ് ഈ വീടുകളിലേക്ക് കളക്ഷനായി പിരിവിനായി പോകുന്നത്. അങ്ങനെ ആ വീട്ടിൽ കളക്ഷനായി പോകുന്നു. തീരുമാനിച്ച ദിവസം അടയ്ക്കേണ്ട ദിവസം അവർക്ക് പണമടയ്ക്കാൻ കഴിഞ്ഞില്ല. ഇവിടുന്ന് പോയിട്ടുള്ള ജീവനക്കാരാകെ പറഞ്ഞിട്ടുള്ളത് 5 മണിക്ക് മുമ്പ് പണം അടയ്ക്കണം, പണം അടച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കും എന്ന് ഭീഷണിപ്പെടുത്തി. 5 മണിയായപ്പോൾ 5ഓളം വരുന്ന സംഘം അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ആ പാവപ്പെട്ട കുടുംബത്തിന് ആഴ്ചയിലെ പണം ആ ദിവസം അടയ്ക്കാൻ കഴിഞ്ഞില്ല. അവർ പണം അടയ്ക്കുന്നതിന് പല മാർഗങ്ങളും നോക്കി, പലരോടും പണം ചോദിച്ചു നോക്കി. കിട്ടാത്തൊരു സാഹചര്യമുണ്ടായി. അവർക്ക് ആഴ്ചയിലെ പണം അടയ്ക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കഴിയാതെ വന്നപ്പോൾ ഈ 5ഓളം വരുന്ന സംഘം അവരെ വീട്ടിലിട്ട് പൂട്ടിയിട്ടു. അവരെ നാട്ടുകാരെ വിളിച്ചു അപമാനിച്ചു. വീടിന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധത്തിലേക്കുള്ള വലിയ ഗുണ്ടായിസം അവിടെ കാണിച്ചു. നാട്ടിലാകെ അപമാനിച്ചു, ആക്ഷേപിച്ചു. തൊട്ടടുത്ത ദിവസവും ഈ ഗുണ്ടാസംഘങ്ങൾ അവിടെ എത്തുകയാണ്. ആ ഗുണ്ടാസംഘം അവിടെ എത്തുമ്പോൾ അമ്മയും മകനെയും മുറിക്കുള്ളിൽ പൂട്ടിയിടുന്നു. ഞങ്ങൾ അറിഞ്ഞത് ഏതാണ്ട് അന്ന് വൈകുന്നേരം 5 മണി വരെ ഈ ഗുണ്ടാസംഘം ആ വീട്ടിൽ ഭീഷണിയുമായി അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ആത്മാഭിമാനമുള്ള കുടുംബം നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ തലയുയർത്തി നോക്കാൻ കഴിയില്ല. അപമാനഭാരം കൊണ്ട് അവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. 3 ആളുകളാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അച്ഛനും അമ്മയും ഒരു മകനും ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. 2 ആളുകൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആ വീട്ടമ്മ മരണപ്പെട്ടു. ആ മരണപ്പെട്ട കുടുംബത്തോട് പോലും അനീതിയാണ് ഇവിടുത്തെ ഇസാഫ് ബാങ്ക് മാനേജ്മെൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ പത്തനംതിട്ട ഇസാഫ് ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്ക് 3-ാം തവണയാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് വന്നത്. ഈ മരണം അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ വലിയ പ്രതിഷേധവുമായി ബാങ്കിന് മുന്നിൽ വന്നു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പ്രതിഷേധവുമായി വന്നു. ആ പ്രതിഷേധത്തിൽ ഞങ്ങൾ ഉയർത്തിയത് ഇതിന് കാരണക്കാരായ ഗുണ്ട മാഫിയകൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമെടുത്ത് കേസെടുക്കണം. പോലീസ് നല്ല നിലയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്. കേസെടുത്ത് അന്വേഷിക്കുകയാണ് പോലീസ്. പിന്നെ ഞങ്ങൾ ഈ സമരത്തിൽ ഉയർത്തിയ മറ്റൊരാവശ്യം, ആ കുടുംബത്തിൻ്റെ വായ്പ എഴുതി തള്ളാൻ നിങ്ങൾ തയ്യാറാവണം. ആ കുടുംബത്തിൻ്റെ ചികിത്സ പൂർണ്ണമായും ഇസാഫ് ബാങ്കിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കണം. ഒരു കുടുംബമാണ് അനാഥമായി പോയത്. ആ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണം. ഇതാണ് ഡിവൈഎഫ്ഐ സമരത്തിലൂടെ ഇസാഫ് ബാങ്കിൻ്റെ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ മനുഷ്യത്വമില്ലാത്ത കൂട്ടരായി ഇസാഫ് ബാങ്കിൻ്റെ ജീവനക്കാരും മാനേജ്മെൻറ്റും മാറുന്നു. ഈ ആവശ്യം ഇതുവരെയ്ക്കും അംഗീകരിക്കാതെയാണ് ഇപ്പോഴും ഇസാഫ് ബാങ്ക് ജില്ലയിൽ തുടർന്ന് പ്രവർത്തിക്കാമെന്ന് കരുതുന്നത്. ഇന്നും നാളെയുമായി ജില്ലയിലെ ഇസാഫ് ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്ക് ഡിവൈഎഫ്ഐയുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഇസാഫ് ബാങ്കിൻ്റെ മാനേജ്മെൻറ്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഡിവൈഎഫ്ഐ ഉയർത്തുന്ന ഈ മുദ്രാവാക്യം, ഈ ആവശ്യം മാന്യമായ ആവശ്യമാണ്. ഇത് അംഗീകരിക്കാതെ ഈ ജില്ലയിൽ ഇസാഫ് ബാങ്കിൻ്റെ മാനേജ്മെൻറ്റിന് ഇവിടെ ബാങ്കായി പ്രവർത്തിക്കാം എന്ന ധാരണയുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചോണം. ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇവിടേക്കൊരു പ്രതിഷേധ സമരം നടത്താനാണ് തീരുമാനിച്ചത്. അത് പോലീസിൻ്റെ ബാരിക്കേഡ് ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിഷേധ സമരം ഇവിടെ അവസാനിപ്പിക്കും. ഇനി ഞങ്ങൾ ഇങ്ങനെയല്ല വരുന്നത്. ഇനി ഞങ്ങളുടെ സമരം ഇത്തരത്തിലായിരിക്കില്ല. എത്ര ബാരിക്കേഡ് കൊണ്ട് തടഞ്ഞാലും, പട്ടാളത്തെ കൊണ്ട് തടഞ്ഞാലും അതിന് മുകളിലൂടെ ഇസാഫ് ബാങ്ക് തകർത്ത് കളയുന്ന നിലയിലേക്കുള്ള ഉജ്ജ്വലമായ സമര പോരാട്ടം ഡിവൈഎഫ്ഐ ഏറ്റെടുക്കും. ഇവിടെ ഇസാഫ് ബാങ്ക് ഒരു ബാങ്ക് ധനകാര്യ സ്ഥാപനം പ്രവർത്തിക്കേണ്ടത് ഒരു നാടിന്റെ പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടിയിട്ടാണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ലക്ഷക്കണക്കിന് വരുന്ന വിദേശത്ത് ജോലി ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവരുടെ സമ്പാദ്യമെല്ലാം ഇവിടെ ഡെപ്പോസിറ്റായിട്ട് വാങ്ങിക്കുകയാണ്. തുച്ഛമായ പലിശയ്ക്കാണ് വാങ്ങിക്കുന്നത്. എന്നിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും അടിച്ചേൽപ്പിക്കുകയാണ് ലോണുകൾ. ആ ലോൺ പിരിക്കുന്നതിന് ഒരു സംഘം, ഗുണ്ടാ സംഘത്തെയാണ് ഇസാഫ് ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത്.
ഇവിടെ ഈ വീട്ടിലേക്ക് കൊടുമണ്ണിൽ ഈ ആത്മഹത്യ ചെയ്ത കുടുംബത്തിലേക്ക് പോയത് 5 ആളുകളാണ്. അതിൽ 4 ആളുകൾ എന്ന് പറയുന്നത് കോഴിക്കോട് സ്വദേശികളാണ്. അവർ മറ്റൊരു സ്വകാര്യ ബാങ്കിൽ ഇത്തരത്തിൽ ഗുണ്ടാപ്പണി നടത്തി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. നിരവധിയായ ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകളാണ്. അവരെ പ്രത്യേകമായി കൂടുതൽ ശമ്പളം കൊടുത്തിട്ടാണ് ഇസാബ് ബാങ്കിന്റെ മാനേജ്മെന്റ് പത്തനംതിട്ടയിൽ കൈപ്പറ്റൂരിൽ അവരെ താവളമൊരുക്കി താമസിപ്പിച്ചിരിക്കുന്നത്. ഇവരെയാണ് കുടിശ്ശിക പിരിക്കാനായിട്ട് വിടുന്നത്. ബാങ്കിന് കുടിശ്ശിക വന്നാൽ പിരിക്കാൻ മാന്യമായി നിയമപരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ രാജ്യത്തെ നിയമങ്ങളൊക്കെ ഇസാബ് ബാങ്കിന് ബാധകമല്ല എന്നാണ് അവർ പറയുന്നത്. ഈ ഗുണ്ടാസംഘമാണ് വീടുകളിലേക്ക് പിരിക്കാൻ പോകുന്നത്. പിരിവ് കൊടുത്തിൽ സ്ത്രീകളെ അപമാനിക്കും, ആക്ഷേപിക്കും. ആ നിലയിലേക്കാണ് ഇവിടെ പ്രവർത്തനം പോകുന്നത്. ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ഇങ്ങനെ ഈ പ്രവർത്തനം കൊണ്ടുപോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജില്ലയിൽ ഒരിടത്തും ഇസാബ് ബാങ്ക് പ്രവർത്തിക്കില്ല. ഞങ്ങൾ ഈ സമരം കൊണ്ട് അവസാനിപ്പിക്കില്ല. ഇസാബ് ബാങ്കിന്റെ മാനേജ്മെന്റ് ഒന്ന് ഓർത്തോണം. കോടിക്കണക്കിന് രൂപയാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് നിങ്ങൾ വായ്പയായി കൊടുത്തിട്ടുള്ളത്. ആ വായ്പ പിരിക്കാൻ എല്ലാ ദിവസവും നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഗുണ്ടാസംഘങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. പക്ഷെ അടുത്ത ആഴ്ച മുതൽ ഈ ഗുണ്ടാസംഘത്തിന് ഒരു വീടുകളിലും കയറി പണം പിരിക്കാൻ കഴിയില്ല. ഡിവൈഎഫ്ഐ അത് തടയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തടഞ്ഞാൽ നിങ്ങളുടെ വരുമാന സ്രോതസ് അടയ്ക്കാൻ ഉജ്ജ്വലമായ പ്രതിഷേധമായി ഞങ്ങൾ വരും. ഈ സമരം മാന്യമായി നിങ്ങൾ പരിഹരിക്കണം. നിങ്ങൾ അനാഥമാക്കിയത് ഒരു കുടുംബത്തെയാണ്. നിങ്ങൾ 2 ആളുകളെയാണ് ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിങ്ങളുടെ ഭീഷണി കാരണം ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ആ കുടുംബത്തെ സംരക്ഷിക്കാൻ, അവരുടെ വായ്പ എഴുതി തള്ളാൻ, അവർക്ക് മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ ഇസാബ് ബാങ്കിന്റെ മാനേജ്മെന്റ് തയ്യാറാവണം. ഇല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലല്ല കേരളത്തിൽ ഒരു ഇസാബ് ബാങ്കും പ്രവർത്തിക്കാത്ത തരത്തിലുള്ള ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും ഡിവൈഎഫ്ഐയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.